ഹലോ ആര്യക്കുട്ടി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കോളിഫ്ലവർ ഗ്രീൻ പീസ് മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ പാനിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. ഓക്കെ, കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ ഒരു പച്ചമുളക് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു സവാള നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റുക. ഒരു 3 മിനിറ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് വഴറ്റണം. ഓക്കെ, എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു കോളിഫ്ലവറിൻ്റെ പകുതിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ. ഒരു കോളിഫ്ലവർ അരിഞ്ഞത് കുറച്ച് ഒന്ന് എങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് ക്രോസ് ആയിട്ട്, അതായത് കുറച്ചൊരു പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് കുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് കുക്കറിൽ വേവിച്ചെടുത്തിട്ട് ചേർക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ ഉപ്പിട്ടിട്ടില്ല, ഉപ്പ് നമുക്ക് ചേർക്കാം. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഞാനിപ്പോൾ ഒരു ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ രുചി അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് എന്നിട്ട് സ്ലോ കുക്കിംഗ് ആണ്, അടച്ച് വെച്ച് വേവിക്കുക. വളരെ സിമ്മിലിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡിയായി കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഉപ്പൊക്കെ എങ്ങനെയാണെന്നുള്ളത്, വെന്തിട്ടുണ്ടോയെന്നും നമുക്കറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നിളക്കി കഴിഞ്ഞാൽ നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡിയായി. ഓക്കെ, അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും ആര്യക്കുട്ടി വ്ളോഗ്സിലൂടെ കാണാം.